മട്ടത്രികോണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ത്രികോണമിതി അഥവാ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവാം. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് പൈതഗോറസ് തിയറമാണ്. പൈതഗോറസ് തിയറം പറയുന്നത് ഒരു മട്ടത്രികോണത്തിന് 3 സൈഡുകളുണ്ട്: ബേസ്, ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഹൈപ്പോട്ടനസ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഹൈപ്പോട്ടനസ്. അപ്പോൾ ഏതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലും ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അതിനെ റൈറ്റ് ആംഗിൾഡ് മട്ടത്രികോണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ 90 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടനസ്. മറ്റു 2 സൈഡുകളെ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് എന്നും അതുപോലെ ബേസ്, പാദം, ലംബം എന്നിങ്ങനെ, അല്ലെങ്കിൽ ലംബവശങ്ങൾ, പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് ചേർത്ത് വിളിക്കാം. അപ്പോൾ പൈതഗോറസ് തിയറം പറയുന്നതനുസരിച്ച് ഇവിടുത്തെ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ അധികം ലംബ സ്ക്വയർ അഥവാ ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്കപ്പോൾ ഹൈപ്പോട്ടനൂസിന് എച്ച് എന്നെടുത്താൽ എച്ച് കാണാനായിട്ട് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് അവ രണ്ടുകൂടെ കൂട്ടുന്നതായിരിക്കും അല്ലേ. 3ന്റെ സ്ക്വയർ അധികം 4ന്റെ സ്ക്വയർ. അതായത് എച്ച് കാണാൻ വേണം റൂട്ട് ഓഫ് സ്ക്വയർ മാറ്റാൻ മറു സൈഡിൽ റൂട്ട് ഇട്ട് കൊടുത്താൽ അല്ലേ. 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ മീൻസ് 3ന്റെ സ്ക്വയർ ആയ 9 പ്ലസ് 4ന്റെ സ്ക്വയർ 16 റൂട്ട് 25. റൂട്ട് 25 എന്ന് പറയുന്ന ഒരു പൂർണ്ണവർഗ്ഗമാണ്, അതുകൊണ്ട് നമുക്ക് 5 എന്ന് എഴുതാം. ഈ രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഹൈപ്പോട്ടനൂസും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്, ഇവിടെ കർണം തന്നിട്ടുണ്ട്, പിന്നെ ലംബവശങ്ങളിൽ ഒന്നും തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഈ സൈഡ് ഞാൻ എ എന്നെടുത്താൽ എ കാണാൻ വേണ്ടിയിട്ട് റൂട്ട് ഓഫ് 10ന്റെ സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ അല്ലേ. 10ന്റെ സ്ക്വയർ 100 മൈനസ് 5ന്റെ സ്ക്വയർ 25, അതായത് റൂട്ട് 75. ഈ റൂട്ട് 75 പൂർണ്ണവർഗ്ഗമല്ല, നമുക്ക് റൂട്ട് 75 എന്ന് തന്നെ എഴുതാം. പക്ഷേ അതിന് വേറെ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഏതെങ്കിലും പൂർണ്ണവർഗ്ഗത്തിൻ്റെ ഗുണനഫലമായി 75നെ എഴുതാമെങ്കിൽ അങ്ങനെ എഴുതാം. നോക്കൂ, 25ൻ്റെ ഒരു ഗുണനഫലമായിട്ട് നമുക്കിതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? 25 ഗുണം 3 75 ആണ് അല്ലേ. കാരണം എന്താ, 25 ഒരു പൂർണ്ണവർഗ്ഗമാണ്. അപ്പോൾ റൂട്ട് ഓഫ് 25 3 75 ആണ്. ഇങ്ങനെ എഴുതുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ റൂട്ട് 25ൻ്റെ വില നമുക്കറിയാം 5. പിന്നെ ഈ റൂട്ട് ആർക്കേ ബാധകമുള്ളൂ? 3ന്. അപ്പോൾ 5 റൂട്ട് 3 എന്നതിനെ മാറ്റി എഴുതാൻ പറ്റും. ഇതേ കേസ് തന്നെ ഇവിടെ. അപ്പോൾ ഈ സൈഡ് ഞാൻ ബി എന്നെടുത്താൽ ബി കാണാൻ എന്ത് വേണം? 6ന്റെ സ്ക്വയർ മൈനസ് 4ന്റെ സ്ക്വയർ അല്ലേ. റൂട്ട് ഓഫ് 6ന്റെ സ്ക്വയർ 36 മൈനസ് 4ന്റെ സ്ക്വയർ 16 റൂട്ട് 20 എന്ന് വരും. റൂട്ട് 20 പൂർണ്ണവർഗ്ഗമല്ല, നമുക്ക് വേണമെങ്കിൽ അതിന് ഏതെങ്കിലും പൂർണ്ണവർഗ്ഗത്തിന് ഗുണനഫലമായിട്ട് മാറ്റി എഴുതാൻ പറ്റും അല്ലേ. എങ്ങനെ എഴുതാം? 4 5 20 ആണ്. 4 ഒരു പൂർണ്ണവർഗ്ഗമാണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 4 5 എന്ന് എഴുതാം. റൂട്ട് 4 2 ആണ്, അത് റൂട്ടിന് പുറത്ത് വരും. ബാക്കി റൂട്ട് 5 2 റൂട്ട് 5 എന്ന് മാറ്റി എഴുതാം. ഇനി 9ാം ക്ലാസ്സിൽ പഠിച്ച റേഷ്യോ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. റേഷ്യോ അവിടെ നമ്മൾ 2 സൈസ് ത്രികോണങ്ങൾ, 2 തരം ത്രികോണങ്ങൾ പഠിച്ചായിരുന്നു. 30 60 90 ഡിഗ്രി വീതമുള്ള മട്ടത്രികോണവും 45 45 90 ഡിഗ്രി വീതമുള്ള മട്ടത്രികോണം. ഇവിടെ പഠിച്ച റേഷ്യോ എന്താണെന്ന് വെച്ചാൽ 30-നെതിരെയുള്ള സൈഡ് 1 ആണെങ്കിൽ 60-നെതിരെയുള്ള സൈഡ് റൂട്ട് 3ഉം 90-നെതിരെയുള്ള സൈഡ് 2ഉം ആയിരിക്കും. അതുപോലെ ഇവിടെ 45 45 90 ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? 45-നെതിരെയുള്ള സൈഡ് 1 ആണെങ്കിൽ ഈ 45-നെതിരെ 1 ആണ്, ആൻഡ് 90-നെതിരെയുള്ള സൈഡ് റൂട്ട് 3 ആണ്. അപ്പം നമുക്ക് ഇവിടുത്തെ റേഷ്യോ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കണം. 30 60 90ൻ്റെ കേസിൽ 30-നെതിരെയുള്ള സൈഡ് 1, 60-നെതിരെ റൂട്ട് 3, 90-നെതിരെയുള്ള സൈഡ് 2. ഇവിടെ വരുമ്പോൾ 45 45 90 ഇത് 1:1 റൂട്ട് 2 എന്നായിരിക്കും. ഇത് പഠിച്ചു വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 45 45 90 മട്ടത്രികോണത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് തരും. ഇപ്പോൾ 45-നെതിരെയുള്ള സൈഡ് 3 എന്ന് വെച്ചാൽ ഈ റേഷ്യോ വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. 45 45 90 അല്ലേ. 45-നെതിരെ 3. യഥാർത്ഥ റേഷ്യോ നമുക്കറിയാലേ, 1:1 റൂട്ട് 2. സോ 45-നെതിരെ ഇവിടെ 3 എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ 3. ബാക്കി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1 3 ആയി അല്ലേ. എത്ര കൊണ്ട് ഗുണിച്ചപ്പോഴാണ്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ. ബാക്കിയുള്ളവരെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 1 3, 3 × റൂട്ട് 2 3 റൂട്ട് 2. സോ ഈ 45-നെതിരെയുള്ള സൈഡ് 3 ആയിരിക്കും, ഈ 90-നെതിരെയുള്ള സൈഡ് 3 റൂട്ട് 2 ആയിരിക്കും. ഒരു എക്സാമ്പിളോടെ നമുക്ക് അതിൻ്റെ നോക്കണം. അപ്പോൾ ഇവിടെ 60-നെതിരെയുള്ള സൈഡ് 3 എന്ന് തന്നേക്കുന്നു. സോ 3 യഥാർത്ഥത്തിൽ വരേണ്ടത് റൂട്ട് 3 അല്ലേ. ഈ റൂട്ട് 3 3 ആവണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? റൂട്ട് 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 3 കിട്ടും അല്ലേ. അപ്പോഴല്ലേ റേഷ്യോ നമുക്ക് മാറ്റി എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എക്സ് എന്നെടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു 3 റൂട്ട് 3 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 3/√3. അപ്പോൾ ഇവിടുത്തെ 3/√3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇത് 3 ആയത് അല്ലേ. അപ്പോൾ എല്ലാവരെയും എത്ര കൊണ്ട് ഗുണിക്കണം? 3/√3 കൊണ്ട് ഗുണിക്കണം. 3/√3 കൊണ്ട് 1നെ ഗുണിച്ചാൽ 3/√3 തന്നെ കിട്ടും. 2നെ ഗുണിച്ചാൽ 2 × 3/√3 വരും. ഇവിടെ ഈ 3/√3 ശരിക്കും നമുക്ക് 3 നമുക്ക് √3 × √3 എന്ന് എഴുതാം അല്ലേ. √3 × √3 3 ആണ്, /3 എന്ന് എഴുതാം. അപ്പോൾ ഒരു √3
മുകളിൽ ഗുണിച്ചേക്കുന്നു, താഴെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു അല്ലേ. ഒരേ സമയം ഡിവൈഡും ഇൻഡും ചെയ്താൽ അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാലൻസ് എത്രയാണ്? √3. അപ്പോൾ 3/√3 എന്ന് വെച്ചാൽ എത്രയാണ്? √3 ആണ്. അപ്പോൾ ഇവരെ ശരിക്കും √3 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കിവിടെ 1 × √3 √3, 2 × √3 2√3, ഇങ്ങനെ ഇതിൻ്റെ ആൻസറിനെ മാറ്റി എഴുതാം. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. കോൺ അളവ് വെച്ചിട്ട് ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ സൈഡുകളുടെ റേഷ്യോ നമുക്ക് പഠിച്ചിരിക്കണം. അതാണ് അതിലൊന്നാമത്തെ റേഷ്യോ ആണ് സൈൻ റേഷ്യോ, രണ്ടാമത്തത് കോസ് ടാൻ. എന്താണ് സൈൻ റേഷ്യോ? നമ്മൾ എടുക്കുന്ന കോണിൻ്റെ എതിർവശം ബൈ കർണമാണ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ റേഷ്യോ. അതായത് ഇവിടുത്തെ ഞാൻ 30 എന്ന് പറയുന്ന ആംഗിൾ കൺസിഡർ ചെയ്യുന്നു. സൈൻ 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ 30യുടെ ഓപ്പോസിറ്റ് സൈഡ്, ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഏത് ആംഗിളാണോ എടുത്തേക്കുന്നത് ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 1 ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ കർണം, അത് എത്രയാണ്? √2 ആണ് അല്ലേ. സോ 1/2. കോസ് 30 എന്ന് വെച്ചാൽ, കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർവശത്തിന് പകരം സമീപവശം ബൈ കർണം എന്നാണ്, അതായത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതായത് 30 ഡിഗ്രി എന്ന് പറയുന്ന ഈ കോണിൻ്റെ സമീപവശം ബൈ കർണം. കർണത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല അല്ലേ, 90ക്ക് ഓപ്പോസിറ്റ് ആണ് കർണം. അപ്പോൾ 30ൻ്റെ സമീപവശം ഏതാണ്? എതിർവശം ഇതാണെങ്കിൽ സമീപവശം ഇതാണ് അല്ലേ, അഡ്ജസൻറ്റ് സൈഡ് ഇതാണ്. സോ സമീപവശം ബൈ കർണം, നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? √3/2. ടാൻ എന്ന് വെച്ചാൽ അവിടെ ഹൈപ്പോട്ടന്യൂസ് വരുന്നില്ല, എതിർവശം ബൈ സമീപവശം അഥവാ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതായത് നമ്മൾ എടുക്കുന്ന ആംഗിളിൻ്റെ 30 ഡിഗ്രിയുടെ എതിർവശം 1 ബൈ സമീപവശം √3. ഇത് നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേക്കേണ്ട വാല്യൂസ് ആണ്. നമുക്കിതുപോലെ ഇവിടുന്ന് 60 ഡിഗ്രിയുടെ എടുത്തരുത് അല്ലേ, സൈൻ 60. അപ്പോൾ ഏത് ആംഗിളാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്? 60 ഡിഗ്രി ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിൾ വെച്ച് നോക്കണം. ഈ ആംഗിളിൻ്റെ എതിർവശം ബൈ കർണം അല്ലേ, √3/2 ആണ് സൈൻ. കോസ് എന്ന് വെച്ചാൽ 60 ഡിഗ്രിയുടെ സമീപവശം ബൈ കർണം അല്ലേ, 60ൻ്റെ സമീപവശം 1, കർണം 2, അപ്പം 1/2. ആൻഡ് ടാൻ 60, ടാൻ എന്ന് വെച്ചാൽ എതിർവശം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, 60 ഡിഗ്രിയുടെ എതിർവശം √3, 60 ഡിഗ്രിയുടെ സമീപവശം അഡ്ജസൻറ്റ് സൈഡ് 1, √3/1 മീൻസ് √3 എന്ന് തന്നെ എഴുതാതിനെ അല്ലേ. ഇതുപോലെ നമ്മൾ ഈ ത്രികോണത്തിൻ്റെ സൈഡുകളുടെ റേഷ്യോയും കാണാതെ പഠിച്ച് വെച്ചേക്കണം. സൈൻ 45 ഡിഗ്രി അല്ലെ, നമ്മൾ തൊട്ട് മുമ്പ് പരിചയപ്പെട്ട 2 ത്രികോണങ്ങളാണിത്. 45ൻ്റെ എതിർവശം 1 ബൈ കർണം √2, കോസ് 45. അപ്പോൾ 45 ഡിഗ്രിയുടെ സമീപവശവും 1 തന്നെയാണ് അല്ലേ. സോ 1 ബൈ കർണം √2. ടാൻ 45 അത് 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ, എതിർവശം ബൈ സമീപവശം. അപ്പോൾ 1/1, അപ്പോൾ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേക്കണം. എക്സ്ട്രാ ഒരു വാല്യൂം കൂടെ പഠിച്ചേക്കണം. സൈൻ 0 ആണ്, സൈൻ 90 1 ആണ്. അതുപോലെ കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്. അതായത് സൈൻ വാല്യൂ കോണളവ് കൂടുന്നതിനനുസരിച്ച് കൂടി വരും. എവിടെ തൊട്ട് എവിടം വരെ കൂടുന്നു? 0 തൊട്ട് 1 വരെ. നമുക്ക് തൽക്കാലം അവിടെ വരെ പഠിച്ചാൽ മതി 10ാം ക്ലാസ്സിൽ അല്ലേ. സോ കോസ് വാല്യൂ കുറഞ്ഞു വരികയാണ്. അപ്പോൾ കോസ് 0 1 ആയിരുന്നു, കോസ് 90 ആയപ്പോഴത്തേനും അത് 0-ലെത്തി അല്ലേ. അപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കണം. 2 1 മാർക്ക് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു മട്ടത്രികോണം റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, 3 സൈഡുകൾ തന്നിട്ടുണ്ട്. ഇവിടെ ടാൻ എക്സ് കണ്ടുപിടിക്കണം. അതായത് എക്സ് എന്ന് പറയുന്ന ഈ ആംഗിൾ നോക്കിയിട്ട് അതിൻ്റെ ടാൻ വാല്യൂ കണ്ടുപിടിക്കണം. ടാൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. തന്നിരിക്കുന്ന കോണിൻ്റെ എതിർവശം ബൈ സമീപവശം. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന കോൺ നോക്കണം, അതിൻ്റെ എതിർവശം 3, സമീപവശം അഡ്ജസൻറ്റ് സൈഡ് 4, 3/4. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടല്ലോ, ഓപ്ഷൻ 3. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടാൻ എക്സ് കണ്ടുപിടിക്കുന്നത് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ എക്സ് 30 ഡിഗ്രി എന്ന് എടുത്തു കഴിഞ്ഞാൽ ടാൻ എക്സ് എത്രയാണ്? അതായത് ടാൻ 30 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ടാൻ 30യുടെ വാല്യൂ നമ്മൾ നേരത്തെ 45 ഡിഗ്രി 30 ഡിഗ്രി 60 ഡിഗ്രിയുടെ വാല്യൂസ് സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് കാണാതെ പഠിക്കേണ്ടതാണ്. അവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ടാൻ 30യുടെ വാല്യൂ 1/2, 1/√2, 1/√3, √3. ഇതിലേതാണ് ശരിയായ ഉത്തരം? 1/√3 ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കൂ, എ ലാഡർ ലീൻസ് അഗൈൻസ്റ്റ് എ വാൾ മേക്സ് 60 ഡിഗ്രി അല്ലേ. ഒരു ലാഡർ, അതായത് ഒരു ഏണി ഒരു ഭിത്തിയിൽ ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏണി. നമുക്ക് ഏണിക്ക് AB എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ അവിടെ ഉണ്ടാവും അല്ലേ. ആൻഡ് മേക്ക് 60 ഡിഗ്രി വിത്ത് ദ ഫ്ലോർ. അപ്പോൾ ഈ ലാഡർ ഫ്ലോറുമായി ഉണ്ടാക്കുന്ന ആംഗിൾ, അപ്പോൾ ഇത് 60 ഡിഗ്രി, ഇത് C എന്ന് കൊടുക്കുക അല്ലേ. ലെങ്ത് ഓഫ് ദ ലാഡർ 6 മീറ്റർ. അപ്പോൾ ABയുടെ ലെങ്ത് 6 മീറ്റർ. എങ്കിൽ ഒന്നാമത്തെ ചോദ്യം, ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ ഈ ലാഡറിൻ്റെ ടോപ്പ് തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? അതായത് BC എന്ന് പറയുന്ന ലെങ്ത് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ, BC.
രണ്ടാമത് ഹൗ ഫാർ ഈസ് ദ ഫുഡ് ഫ്രം ദ വാൾ. അപ്പോൾ ഫുഡ് ഈ ലാഡറിൻ്റെ താഴ്ഭാഗം വാളിൽ നിന്ന് എത്ര അകലത്തിലാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ ലെന്ത്, അതായത് AC. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചെന്ന് പറയുന്നത് നേരത്തെ പഠിച്ച കാര്യമുണ്ടല്ലോ റേഷ്യോയുടെ, അത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് 60, ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും 30 ഡിഗ്രി ആയിരിക്കും അല്ലേ. കാര്യം എന്താ, 3 ആംഗിളൂടെ കൂട്ടുമ്പോൾ 180 വരണം. സോ ഇത് 30 ഡിഗ്രി ആണ് അല്ലേ. സോ നമുക്ക് ഇവിടുത്തെ ത്രികോണം പരിചയമുള്ള ഒരു ത്രികോണമാണ്. ഇതാണ് 30, 60, 90 എന്ന് പറയുന്ന ത്രികോണമാണ്. അപ്പോൾ 30, 60, 90 എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ സൈഡുകളുടെ റേഷ്യോ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. 1:3:2 ആണ്. ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇവിടെ തന്നിട്ടുള്ള സൈഡ് ഏതാണ്, 6 അല്ലേ, AB. അതായത് 90ക്ക് ഓപ്പോസിറ്റ് 6 എന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ 2 എന്നുള്ളത് 6 ആയി അല്ലേ. 2നെ എത്ര കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 6 കിട്ടിയത്, 3 കൊണ്ട് ഗുണിച്ചപ്പോൾ. അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ. 2, 3, 6. അപ്പോൾ എല്ലാവരെയും എത്ര കൊണ്ട് ഗുണിക്കണം, 2നെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 6 കിട്ടിയെങ്കിൽ എല്ലാവരെയും ആ 3 കൊണ്ട്, ഇതാണ് നമ്മുടെ കീ, ഇത് വെച്ച് എല്ലാവരെയും ഗുണിക്കണം. 3 കൊണ്ട് ഇവിടെ ഗുണിക്കുമ്പോൾ 3√3 ആവും, 3 കൊണ്ട് 1നെ ഗുണിക്കുമ്പോൾ 3 ആവും അല്ലേ. സോ 30-നെതിരെയുള്ള സൈഡ് എന്ന് വെച്ചാൽ AC നമുക്ക് 3 മീറ്റർ എന്നും, അതുപോലെ 60-നെതിരെയുള്ള സൈഡ് അതായത് BC എത്രയെന്നും വരും, 3√3 എന്ന് വരും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ എടുത്തെഴുതാം. BC എത്രയാണ്, 3√3, ആൻഡ് AC എത്രയാണ്, 3 മീറ്റർ. ഇനി ഇത് ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് സൈൻ കോസ് ടാൻ ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. സൈൻ കോസ് ടാൻ ഉപയോഗിക്കണമെങ്കിൽ ആംഗിളും വേണം, ഏതെങ്കിലും ഒരു സൈഡും വേണം. ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ടല്ലോ, 60 ഡിഗ്രി തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം BC കാണണമെന്ന് വെച്ചോ, BC. അപ്പോൾ BC കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, അറിയാവുന്ന ഒരു സൈഡ് 6, അത് ഇതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ് അല്ലേ, അതായത് കർണമാണ്. കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ഈ 60 ഡിഗ്രി കോണിൻ്റെ എതിർവശമാണ് അല്ലേ, എതിർവശം, അതായത് ഓപ്പോസിറ്റ് സൈഡാണ്. ഹൈപ്പോട്ടിന്യൂസും ഓപ്പോസിറ്റ് സൈഡും കൂടെ കണക്ട് ചെയ്യുന്ന റേഷ്യോ ഏതാണ്, സൈൻ ആണല്ലേ, സൈൻ. സോ ഞാൻ സൈൻ 60 എടുക്കുന്നു. അപ്പോൾ സൈൻ 60 എന്ന് വെച്ചാൽ 60ൻ്റെ ഓപ്പോസിറ്റ് BC ബൈ ഹൈപ്പോട്ടിന്യൂസ് അതായത് 6. അപ്പോൾ BC കാണാൻ എന്ത് ചെയ്താൽ മതി, BC = ഈ ബൈ 6 അപ്പുറത്തേക്ക് കൊണ്ടുപോയത് അല്ലേ, 6 × സൈൻ 60. 6 × സൈൻ 60 എന്ന് വെച്ചാൽ സൈൻ 60ൻ്റെ വില നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടല്ലേ. സൈൻ 60ൻ്റെ വില എത്രയാണ്, സൈൻ 30 1/2 ആണ്, സൈൻ 60 √3/2 ആണ് അല്ലേ. സോ 6 × √3/2, 6ഉം 2 കൂടെ വെട്ടാം, 3 വരും അല്ലേ. ബാക്കി 3√3, അതിനാണല്ലോ നമ്മൾ റേഷ്യോ വെച്ച് ചെയ്തപ്പോഴും കിട്ടിയത്. സോ BCയുടെ വില 3√3. അതുപോലെ തന്നെ നമുക്ക് ACയും റേഷ്യോ വെച്ച് തന്നെ കണ്ടുപിടിക്കും. ഇപ്പോൾ 60 ഡിഗ്രി കോണിൻ്റെ സമീപവശമാണ് AC അല്ലേ. പിന്നെ അറിയാവുന്നത് ഈ സൈഡും ഇപ്പോൾ ഈ സൈഡും അറിയാം. തൽക്കാലം നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാം അല്ലേ. സോ AC കണ്ടുപിടിക്കണം, AB നമുക്കറിയാം. 60 ഡിഗ്രിയുടെ എന്താണ് AC, സമീപവശമാണ് അല്ലേ. ഹൈപ്പോട്ടിന്യൂസും അഡ്ജസൻറ്റ് സൈഡും കൂടെ കണക്ട് ചെയ്യുന്ന റേഷ്യോ കോസ് ആണ് അല്ലേ. സോ കോസ് 60 എടുക്കാം. അപ്പോൾ 60ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് AC സമീപവശം ബൈ കർണം അല്ലേ, ഹൈപ്പോട്ടിന്യൂസ് 6. അപ്പോൾ AC കാണാൻ എന്ത് ചെയ്താൽ മതി, 6 × cos 60. cos 60ൻ്റെ വില നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടല്ലേ. cos 60 എത്രയാണ്, സൈൻ 30 എത്രയാണോ അതായിരിക്കും cos 60. അതുപോലെ സൈൻ 60 എത്രയാണോ അതാണ് cos 30. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ സൈൻ 30 എത്രയാണ്, 1/2 ആണ്. അപ്പോൾ cos 60 1/2 ആണ്. സൈൻ 60 √3/2 ആണ്, cos 30 √3/2 ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് cos 60ൻ്റെ വില 1/2 ആണ്. അപ്പോൾ 6 × 1/2 6/2, അതായത് 3 യൂണിറ്റ് എന്ന് വരും അല്ലേ, 3. സോ രണ്ടിൻ്റെ ആൻസർ നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. മുകളിലുള്ള ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോൺ ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോണും, താഴെ സ്ഥിതി ചെയ്തൊരു വസ്തുവിലേക്ക് ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ രൂപം കൊള്ളുന്ന കോണിനെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ്ക്കോൺ എന്നും വിളിക്കുന്നു. ഒരു കുട്ടി ഒരു ടവറിൻ്റെ മുകളറ്റം 80 ഡിഗ്രി മേൽക്കോണിൽ 80 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു. അപ്പോൾ ഇവിടെ കുട്ടിയുടെ ഉയരമൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് തറയിൽ നിന്ന് തന്നെ ആ പടം വരച്ച് തുടങ്ങാം. അപ്പോൾ 80 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു, ഇതാണ് ടവർ. നമുക്ക് Y എന്നെടുക്കുന്നു. ആൻഡ് കുട്ടി 20 മീറ്റർ പുറകിലേക്ക് മാറി. അപ്പോൾ ഇവിടുന്ന് 20 മീറ്റർ ഇങ്ങോട്ട് മാറി നോക്കിയപ്പോൾ ഈ മുകളറ്റം 40 ഡിഗ്രി എലിവേഷനിൽ കാണുന്നു. എങ്കിൽ ടവറിൻ്റെ ഉയരം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ടാനാണ് എടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടാനിലാണ് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം. കാരണം ഇത്തരം ചോദ്യങ്ങളിലൊന്നും എന്ത് കണ്ടുപിടിക്കാൻ ചോദിക്കാറില്ല, ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാമെന്നൊരു ചോദ്യം വരാറില്ല. കാര്യം എന്താ, ഇത്തരം ചോദ്യങ്ങളിലെ കർണം എന്ന് പറയുന്നതാണ് ഈ വരയാണ്. ഈ വരയ്ക്ക് പ്രത്യേകിച്ച് ഈ പടത്തിൽ റോളൊന്നുമില്ല, കണ്ടുപിടിക്കാൻ ഈ ഒരു നീളത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. കാര്യം എന്താ, ഈ കുട്ടി നോക്കുന്ന ആ ഒരു രശ്മിയാണത്, അതിൻ്റെ ആവശ്യം വരാത്തത് കൊണ്ട് തന്നെ ടാൻ എന്ന് പറയുന്ന റേഷ്യോ ആണ് ഇത്തരം ചോദ്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് ഉചിതമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ടാൻ 80 എടുക്കുന്നു. അപ്പോൾ ടാൻ 80 എന്ന് വെച്ചാൽ ഈ ഒരു 80 ഡിഗ്രിയുടെ എതിർവശം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, നമുക്കതിനെ Y
ബൈ എക്സ് എന്ന് എഴുതാം അല്ലേ. ഇനി ടാൻ 40 എടുത്താലോ? ടാൻ 40 എടുക്കുക എന്ന് വെച്ചാൽ ഈ 40 ഡിഗ്രിയുടെ എതിർവശം എത്രയാണ്? വൈ ബൈ സമീപവശം എന്ന് വെച്ചാൽ ഇത്രയും വരും അല്ലേ. അപ്പോൾ 20 പ്ലസ് എക്സ്. അപ്പോൾ ഈ 20 പ്ലസ് എക്സ് എന്ന് എടുത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ രണ്ടിടവും കൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു ഈ എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ടാൻ 80 ഇൻറ്റു എക്സ് എന്ന് എഴുതാലോ. അതുപോലെ ഇവിടെ വൈ ഈക്വൽ ടു 20 പ്ലസ് എക്സ് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ടാൻ 40 ഇൻറ്റു 20 പ്ലസ് എക്സ്. ഈ 20 പ്ലസ് എക്സ് ഒറ്റ ടൈമാണ്, അതുകൊണ്ട് 20 പ്ലസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ പരിശോധിച്ചാൽ രണ്ടും ടാൻ 80 ഇൻറ്റു എക്സ് മീൻസ് വൈ ഈക്വൽ ടു എന്നാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ വൈക്ക് ഈക്വലാണ് ഒരു ടാൻ 80 ഇൻറ്റു എക്സ്, അതുപോലെ വൈക്ക് ഈക്വലാണ് ടാൻ 40 ഇൻറ്റു 20 പ്ലസ് എക്സ്. അപ്പോൾ രണ്ടിടത്തെ LHS സെയിം ആയതുകൊണ്ട് RHSും ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ. സോ നമുക്ക് ടാൻ 80 ഇൻറ്റു എക്സ് ഈക്വൽ ടു ടാൻ 40 ഇൻറ്റു 20 പ്ലസ് എക്സ് എന്ന് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വില ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ടാൻ 80ൻ്റെ വില എത്രയാണ്? അതിവിടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ടാൻ 80ൻ്റെ വില 5.7 ആണ്. അപ്പോൾ 5.7 ഇൻറ്റു എക്സ് ഈക്വൽ ടു ടാൻ 40ൻ്റെ വില 0.84 ഇൻറ്റു 20 പ്ലസ് എക്സ്. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ എക്സ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കെന്ത് ഈ ഒരു ലെങ്ത് കിട്ടും. ഈ ഒരു ലെങ്ത് കിട്ടിയാൽ പിന്നെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് വൈ അതായത് ടവറിൻ്റെ ഉയരവും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഉള്ള വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 0.84 നമുക്ക് അകത്തോട്ട് കയറ്റി ഗുണിക്കണം അല്ലേ. 0.84 ഇതിനകത്തോട്ട് കയറ്റി ഗുണിക്കുമ്പോൾ 0.84 ഇൻറ്റു 20. അപ്പോൾ 84ൻ്റെ ഇൻറ്റു 2 എത്രയാണ്? 84 ഇൻറ്റു 2 168 അല്ലേ. അപ്പോൾ 1680 2 സ്ഥാനം ചോദ്യത്തിൽ ഉണ്ട്, 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ അത്രയും പ്ലേസ് നമ്മൾ ഇട്ട് കൊടുത്തു. 16.8 എന്ന് വരും. 16.8 അപ്പോൾ അകത്തോട്ട് കയറ്റി ഗുണിച്ചു 16.8 പ്ലസ് 0.84 ഇൻറ്റു എക്സ്, അത് 0.84 എക്സ്. ഇനി 0.84 എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ ആഡ് ചെയ്തേക്കണം അല്ലേ. അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? 5.7 എക്സ് മൈനസ് 0.84 എക്സ് ഈക്വൽ ടു 16.8 എന്ന് വരും അല്ലേ. സോ ഇത് മായ്ക്കാം. അപ്പോൾ 5.x മൈനസ് 0.84 എക്സ്. അപ്പോൾ 5.7 നിന്ന് 0.84 കുറച്ചാൽ 5.7 നിന്ന് 0.84 കുറച്ചാൽ അപ്പോൾ ഇവിടെ 4.86 എന്ന് വരും. അപ്പോൾ ഇത് കുറച്ചപ്പോൾ 4.86 എക്സ് ഈക്വൽ ടു 16.8 എന്ന് വന്നു. എക്സ് കാണാൻ ഈ 16.8 ഈ ഗുണിച്ചിരിക്കുന്ന 4.86 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 4.86 ആവും അല്ലേ. ഇനി ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ പോയിന്റ് ഇവിടെ 2 സ്ഥാനങ്ങളുണ്ട്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ 2 സ്ഥാനം പോകാൻ നമ്മൾ ഇവിടെ 100 കൊണ്ട് ഗുണിച്ചു 486 ആക്കി. ഇവിടെ അപ്പോൾ 100 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 168 ആവും. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 1680 ആവും. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഏകദേശം ഒരു 3.45 എന്ന് വരും. ഇനി y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എഴുതി വെച്ച ഇക്വേഷനകത്ത് എക്സിൻ്റെ വില ഇട്ട് കൊടുത്തത് അല്ലേ. നേരത്തെ 2 ഇക്വേഷൻ എഴുതിയായിരുന്നു. y ഈക്വൽ ടു ടാൻ 80 ഇൻറ്റു എക്സ് എന്നും അതുപോലെ തന്നെ y ഈക്വൽ ടു ടാൻ 40 ഇൻറ്റു 20 പ്ലസ് എക്സ് എന്നും അല്ലേ. അതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇപ്പോൾ ചെറിയ ഇക്വേഷൻ ഇതായതുകൊണ്ട് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ y അഥവാ ടവറിൻ്റെ ഉയരം കാണാൻ ടാൻ 80 എത്രയാണ്? 5.7 ഇൻറ്റു എക്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലേ 3.45. ഇവ ഗുണിച്ചാൽ മതി. അപ്പോൾ 5.7 3.45 കൂടെ ഗുണിച്ചാൽ എത്രയാണ്? 345 ഇൻറ്റു 57 19,665 എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, സോ മൊത്തം 3 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ 19.665 മീറ്റർ റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ 19.7 മീറ്ററാണ് ടവറിൻ്റെ ഉയരമെന്ന് എഴുതാൻ പറ്റും. ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു ടവറുണ്ട്. ആ ടവറിൽ നിന്ന് 100 മീറ്റർ ദൂരെ മാറി ടവറിൻ്റെ മുകളറ്റം നോക്കിയപ്പോൾ എത്ര ഡിഗ്രി എലിവേഷൻ? 45 ഡിഗ്രി മേൽക്കോണിൽ അത് കണ്ടു. അപ്പോൾ ഈ ദൂരം 100, അതുപോലെ ഇത് 45. അപ്പോൾ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായി അല്ലേ. സോ ഇതും 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിലേക്ക് വരാം. ഇനി രണ്ടാമത് അതേ ടവറിൻ്റെ മുകളിൽ നിന്ന് ദൂരെ ഒരു കാർ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് കാർ. ഈ കാറിലേക്ക് താഴേക്ക് നോക്കുക മീൻസ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലേ, കീഴ്ക്കോൺ. അപ്പോൾ ഇതിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായ ആംഗിൾ എത്രയാണ്? 25 ഡിഗ്രി. ചോദ്യം എ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽ വെച്ച് നമ്മൾ വരച്ച റഫ് ഫിഗറാണിത്. ഇനി ചോദ്യം ബിയിൽ ഹൈറ്റ് ഓഫ് ദി ടവർ, ഈ ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. ഞാനത് എക്സ് എന്ന് എടുത്തു, ടവറിൻ്റെ ഹൈറ്റ് എക്സ് എന്ന് എടുത്തു. ക്വസ്റ്റ്യൻ സിയിൽ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ കാർ ഫ്രം ദി ടവർ, അപ്പോൾ അത് വൈ എന്നെടുത്തു, ഈ അകലം വൈ എന്നെടുത്തു. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കിയാൽ സൈൻ 65, കോസ് 65, ടാൻ 65 ഇവയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ
ഇവിടെ 65 എന്നൊരു വാല്യൂ ഇവിടെ ഇല്ല. പക്ഷെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കൂ. ഇത് മൊത്തം 90 ഡിഗ്രിയാണ് അല്ലേ. ഇത് 25 ആണെങ്കിൽ ബാക്കി എത്ര? 90 മൈനസ് 25. അപ്പോൾ ഈ കോൺ 65 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ഇവിടെ 65 തന്നിരിക്കുന്നത്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ് അവർ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ 65 ഉണ്ടാക്കിയെടുത്തല്ലേ. ഇനി ക്വസ്റ്റ്യൻ ബിയിലേക്ക് വരാം. ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിൻ്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ പരിഗണിച്ചാൽ അത് 45 90 അല്ലേ. റേഷ്യോ നമുക്കറിയാം 1:1:√2 ആണ്. അപ്പോൾ ഇവിടെ 45-ന് എതിരെ 100 തന്നിരിക്കുന്നു. അപ്പോൾ ഇതും എത്രയാണ്? 100 ആണ്. 90-നെതിരെയുള്ള സൈഡോ? അപ്പോൾ 1 100 ആയി അല്ലേ. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ √2-നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 100√2. അപ്പോൾ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ എത്രയാണ്? ക്വസ്റ്റ്യൻ ബി ഹൈറ്റ് ഓഫ് ദ ടവർ ദാറ്റ് മീൻസ് x is equal to 100√2. 100√2-ൽ √2-ന്റെ വാല്യൂ ഇട്ടു. √2-ന്റെ വാല്യൂ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. √2 1.41 സംതിങ് അല്ലേ. നമുക്ക് 1.41 എടുക്കാം. അപ്പോൾ 100 × 1.41 മീൻസ് 0.2 സ്ഥാനം അപ്പുറത്തേക്ക് പോയാൽ 141 മീറ്റർ ഏകദേശം അല്ലേ. 141 മീറ്ററാണ് നമ്മുടെ ടവറിൻ്റെ ഉയരം. ഇനി ക്വസ്റ്റ്യൻ സി ഡിസ്റ്റൻസ് ഓഫ് കാർ ഫ്രം ദ ടവർ. ടവറിൻ്റെ താഴ്ഭാഗത്തു നിന്ന് കാർ എത്ര അകലെയാണ്? അതാണ് y ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 65 ഡിഗ്രി ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ കണ്ടുപിടിച്ചു ഈ എക്സ് എത്രയാണ്? 141 അല്ലേ. അല്ലെങ്കിൽ എത്രയാണ്? 100√2 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ 100√2 ഇട്ട് വേണമെങ്കിൽ ചെയ്യാം, 141 എന്ന് വേണമെങ്കിൽ ഇട്ട് ചെയ്യാം. അപ്പോൾ y എന്ന് പറയുന്നതിൻ്റെ ഏത് എടുക്കണം? സൈൻ എടുക്കണോ, കോസ് എടുക്കണോ, ടാൻ എടുക്കണോ? അപ്പോൾ 65-ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് അല്ലേ, എതിർവശം കർണം. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടാൻ ആണ്. സോ ടാൻ 65 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? y/141 എന്ന് കിട്ടും അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഇത് 141 ഇപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ y കണ്ടുപിടിക്കാൻ, അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ ബൈ 141 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 141 × ടാൻ 65, അതായത് 141 × ടാൻ 65 ഇവിടെ തന്നിട്ടുണ്ട് 2.14. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 214 × 141 ഏകദേശം 301.77 അല്ലെങ്കിൽ 302 മീറ്റർ.